അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വമ്പൻ ബിസിനസ്സുകാരൻ മാത്രമല്ല, അസാമാന്യ തന്ത്രശാലിയുമാണ്. കിറുക്കൻ പ്രസ്താവനകൾ തട്ടിവിടുമെങ്കിലും ട്രംപിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും, വലിയ തന്ത്രശാലിയായ ഒരു കുറുക്കനാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. ഇസ്രയേലിനെക്കൊണ്ട് ഗസയിൽ അതിക്രമം നടത്തിയത് ആരാണ്? അമേരിക്ക. ഇപ്പോഴിതാ ആ അമേരിക്ക തന്നെ ഇസ്രയേലിനെ കൈയൊഴിയുന്നു. മാത്രമല്ല, ഗസയിലെ സായുധ ഗ്രൂപ്പായ ഹമാസുമായി ചർച്ചയ്ക്കും ഒരുങ്ങുകയാണ് ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്ക. അതിനൊപ്പം ഹമാസിനെതിരെ ഭീഷണിയും മുഴക്കുന്നു. ഇതാണ് കുറുക്കന്റെ തന്ത്രമെന്ന് പറഞ്ഞത്. രഹസ്യമായി അനുനയ ചർച്ച, പരസ്യമായി തെറിവിളി. പക്ഷേ കുറുക്കന്റെ കൗശലം പണ്ടേ പോലെ ഇപ്പോൾ ഫലിക്കുന്നില്ല. ഇസ്രയേലിന്റെ എതിർപ്പിനെ അവഗണിച്ചാണ് ട്രംപിന്റെ ടീം ഹമാസുമായി നേരിട്ടുള്ള ചർച്ചകൾ രഹസ്യമായി നടത്തുന്നത്. തുറന്ന മുൻവിധികളില്ലാത്ത ഒരു കരാറിന് തയ്യാറാണെന്ന് ട്രംപിന്റെ ദൂതൻ ഹമാസിനെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഇതിൽ ദീർഘകാല വെടിനിർത്തൽ, ഹമാസ് നേതാക്കൾക്ക് സുരക്ഷിതമായ സഞ്ചാരം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. യുഎസിന്റെ നീക്കത്തിൽ ഇസ്രയേൽ അതൃപ്തരാണെന്നാണ് വിവരം. മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥർ യുഎസുമായി വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇസ്രായേൽ ബന്ദിവിമോചന വിഷയത്തിൽ ഹമാസിന് താക്കീത് നൽകിയിട്ടുണ്ട്. ബന്ദിമോചനത്തിന് കൃത്യമായൊരു ഡെഡ്ലൈൻ നൽകണമെന്നും ട്രംപ് ഹമാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘം നിറയുന്നു. ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായി. ഒന്നാം ഘട്ട വെടിനിർത്തലിനിടയിലും പല കാരണങ്ങൾ നിരത്തി ഇസ്രയേൽ ഗസയിൽ ആക്രമണം തുടർന്നു. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഫലവത്താകാതെ വന്നതോടെ ശക്തമായ ആക്രമണവുമായി ഇസ്രയേൽ മുന്നോട്ടു പോകുകയാണ്. അതിനിടെയാണ് മുന്നറിയിപ്പുമായി യമനിലെ ഹൂതികൾ എത്തിയിരിക്കുന്നത്. ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലപരിധി അവസാനിച്ചതിന് പിന്നാലെ ഗാസയിലേക്കുള്ള മാർഗങ്ങളെല്ലാം ഇസ്രയേൽ അടച്ചിരുന്നു. ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ തന്ത്രം നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ ഗസയിലേക്കുള്ള റൂട്ടുകളെല്ലാം അടച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഗസയിലേക്ക് അവശ്യ സാധനങ്ങളും മരുന്നുകളും ആവശ്യത്തിന് എത്തുന്നില്ല. മാത്രമല്ല, റമദാൻ കാലത്ത് ഗസയിലെ ജനം കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതിന്റെ പ്രതികരണമായാണ് ഹൂതികൾ ഇസ്രയേലിനെതിരെ ആക്രമണം തുടങ്ങിയത്. ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾ അഴിച്ചുവിട്ടത്. അതോടെ ഇതുവഴിയുള്ള കപ്പൽ സഞ്ചാരം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഹൂതികളും ആയുധം താഴെ വെച്ചിരുന്നു. ഇപ്പോഴിതാ ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹൂതികൾ. മുന്നറിയിപ്പല്ല, അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. 4 ദിവസത്തെ അന്ത്യശാസനമാണ് ഹൂതികൾക്ക് നൽകിയിട്ടുള്ളത്. അതിനുള്ളിൽ ഇസ്രയേൽ ഗസയിലേക്കുള്ള സഹായ വിതരണം പുനരാരംഭിക്കാൻ അനുവദിക്കണം. ഇല്ലെങ്കിൽ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നത് വീണ്ടും തുടങ്ങുമെന്നാണ് ഹൂതികളുടെ താക്കീത്. ഇതോടെ ഇടയ്ക്ക് നിർജീവമായിരുന്ന ഹൂതികളും ഹിസ്ബുള്ളയുമൊക്കെ വീണ്ടും സജീവമാകുമെന്ന ആശങ്കയാണുള്ളത്. യുഎസ് ഹൂതികളെ തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, പുതിയ ഉപരോധങ്ങളും ഹൂതികൾക്കുമേൽ യുഎസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ള അല്പം ശക്തി ക്ഷയിച്ച അവസ്ഥയിലാണ്. എന്നാൽ ഹൂതികൾ ഇസ്രയേലിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. നേരത്തെ തന്നെ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഹൂതികൾ എത്തിയിരുന്നു. ഇസ്രായേൽ വീണ്ടും ഗസയിൽ ആക്രമണം നടത്തുമെന്ന സൂചന പുറത്തുവന്നതോടെയായിരുന്നു വീണ്ടും ഹൂതികൾ ആയുധമെടുത്തത്. ട്രംപിന്റെ ഗസ ഒഴിപ്പിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഹൂതികൾ യുഎസിന് നേരെ ആക്രമണം നടത്തിയത്. ഇതൊക്കെയാണ് ഗസ യുദ്ധം എങ്ങനെയും നിർത്താനുള്ള നീക്കവുമായി ട്രംപ് മുന്നോട്ടു പോകാൻ കാരണം. ഇനിയും സംഘർഷം തുടർന്നാൽ ഇസ്രയേലിന് മാത്രമല്ല, യുഎസിനും അത് തിരിച്ചടിയാകുമെന്ന ബോധ്യം ട്രംപിനുണ്ട്.